ഒരു കാര്യം എത്രനാൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്താണ് ആ കാര്യം എത്രത്തോളം മികച്ചതായി മാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനം. കഴിവുള്ള എല്ലാവരും പ്രഗത്ഭരാകില്ല. ഒരു സ്കില്ല് നേടാൻ നിരന്തരം പരിശീലിക്കുന്നവരും അത് നേടിയതിനു ശേഷം അത് നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ പ്രഗത്ഭരാകാൻ പറ്റൂ. നേടാൻ ആഗ്രഹിച്ച് നേടിയെടുക്കുന്ന ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ തോന്നുന്ന ആവേശത്തിനും ആരവത്തിനും ഇടയിൽ ഇനിയും എനിക്ക് വളരണം എന്ന ചിന്ത പലരും മറന്നുപോകും. മതിമറന്ന് നിൽക്കുമ്പോണ്ടാകുന്ന ഒരു ചെറിയ തരം സൂക്കേടാണിത്. ആഗ്രഹിച്ച് ബിരുദമോ അല്ലെങ്കിൽ ജോലിയോ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇനി എനിക്കൊന്നും നേടാനില്ല എന്ന് വിചാരിച്ചാൽ ഒരാളുടെ കഴിവിൻ്റെയും പോരാട്ടത്തിൻ്റെയും അന്ത്യം തന്നെ ആയിരിക്കും. അത് സംശയമൊന്നുമില്ല. ഒരിക്കലും ഒരു വിജയകിരീടം അണിയുന്നതിലല്ല കാര്യം, പിന്നെയോ എന്നും അത് നിലനിർത്തുന്നതിലാണ് കാര്യം. ഇനി വേറെ ചിലരുണ്ട്, ഒരു സ്കില്ലുള്ള ആളുടെ അടുത്ത് നിന്നും വളരെ ലാഘവത്തോടെ എടാ നീ എനിക്ക് ഇതൊന്ന് പെട്ടെന്ന് ചെയ്തു തന്നേ, അല്ലെങ്കിൽ ഇതൊന്ന് ഡിസൈൻ ചെയ്തു തന്നേ എന്നൊക്കെ. അതായത് ഇയാൾ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത സ്കില്ലിൻ്റെ ഫലം മറ്റേ ചങ്ങാതിക്ക് 5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് വേണം, അതും ഫ്രീ ആയിട്ട് വേണം. ഉദാഹരണത്തിന് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആൾ, ആ സ്കില്ല് നേടിയെടുക്കാൻ അയാൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ, പണം മുടക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിലയിടേണ്ടത് 5 മിനിറ്റ് കൊണ്ട് അയാൾ ഡിസൈൻ ചെയ്യുന്ന പോസ്റ്ററിനല്ല, ആ സ്കില്ല് നേടിയെടുക്കാനെടുത്ത അധ്വാനത്തിനാണ്. ഒരു തവണ ജയിക്കാൻ 100 തവണ പരാജയപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. ഒരു ശരിയിലെത്താൻ ആയിരക്കണക്കിന് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടാവും. അവസാനത്തെ ശരി കാണാനും അഭിനന്ദിക്കാനും ലാഭത്തിൻ്റെ വീതം പറ്റാനും ഒക്കെ ചുറ്റുപാട് ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അയാൾ നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, ഏകാന്തവാസങ്ങൾ, നേരിട്ടുള്ള പരിഹാസങ്ങൾ, ഇവയ്ക്കൊന്നും വിലയിടാനും മനസ്സിലാക്കാനും ഈ കാഴ്ചക്കാർക്കൊന്നും കഴിയില്ലെന്നേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? തുറക്കട്ടെ മനസ്സുകൾ.